മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ. ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം. നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ, മലപ്പുറം. മലയോര മേഖലയിൽ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മലയോര മേഖലയിൽ ജനകീയ സമിതി രൂപീകരിച്ചു. അടക്കാക്കുണ്ട് കേന്ദ്രീകരിച്ച് മലയോരത്തെ വിവിധ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സുരക്ഷ നൽകുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം നേരിടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക, വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്നത് തടയാൻ മാർഗം സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. 40 അംഗ സമിതിയാണ് ഇതിനായി രൂപീകരിച്ചിട്ടുള്ളത്. കടുവ ഭയം മൂലം തൊഴിലിന് പോകാൻ കഴിയാത്തവർക്ക് സാമ്പത്തിക സഹായം നൽകണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സമിതിയുടെ ആദ്യ ഇടപെടൽ എന്ന നിലയിൽ സമിതി ഭാരവാഹികൾ ഡിഎഫ്ഒയെ നേരിൽ കണ്ട ആവശ്യങ്ങൾ ഉന്നയിച്ചു. തൊഴിലാളിയെ കൊന്ന് കടുവയെ ഉടൻ പിടികൂടണമെന്നും പിടിയിലാവുന്ന കടുവയെ മറ്റൊരു കാട്ടിൽ തുറന്നുവിടില്ലെന്നും ഡിഎഫ്ഒ സമിതിക്ക് ഉറപ്പു നൽകി. ഏകദേശം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഗഫൂറിനെ കടുവ പിടിച്ചിട്ട് 12 ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. നാളിതുവരെ ആ നരഭോജിയായ കടുവയെ പിടികൂടിയിട്ടില്ല എന്നുള്ളത് തികച്ചും ഞങ്ങളുടെ ഈ നാട്ടിൻ പ്രദേശം HS നഗർ, അടക്കാക്കുണ്ട്, മഞ്ഞൾപ്പാറ, പാന്ത്ര, മൈലാടി, പാർശ്ശേരി തുടങ്ങിയ എല്ലാ ഏരിയകളിലുള്ള മനുഷ്യർക്കും വലിയ ഭീഷണിയാണ്. അതുപോലെ തന്നെ അവരെല്ലാം പ്രയാസത്തിലും ഭയത്തിലുമാണ്. ടാപ്പിംഗ് തൊഴിലാളികൾ, കൃഷിക്കാർ തുടങ്ങിയ പാവപ്പെട്ട മനുഷ്യർക്ക് തൊഴിലിന് പോകാൻ പറ്റാതെ അവരെല്ലാം വലിയ ഭീതിയിലാണ്. വെളുപ്പിന് പുറത്തിറങ്ങാൻ പറ്റാതെ, അതുപോലെ തന്നെ രാത്രികാലങ്ങളിൽ ഒരു മനുഷ്യർക്കും ആബാലവൃദ്ധ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഞങ്ങളുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജോലിയില്ല, പ്രദേശത്തെ കടകളിൽ കച്ചവടം കുറവാണ്, പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മലയിലേക്കുള്ള ഓട്ടങ്ങളില്ല. അങ്ങനെ എല്ലാ മേഖലയും സ്തംഭിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ ഒരു കടുവ പ്രശ്നം നീങ്ങുന്നത്. തികച്ചും ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഞങ്ങൾ ഒരു ജനകീയ കമ്മിറ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ രൂപീകരിക്കുകയും 40 അംഗ കമ്മിറ്റിയാണ് ഉള്ളത്. അതിലെ കൺവീനറാണ് ഞാൻ. എല്ലാ ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളെയാണ് ഈ കമ്മിറ്റിയിൽ കൂട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ 13 അംഗ സംഘം ഈ കമ്മിറ്റിയിൽപ്പെട്ടവർ നിലമ്പൂർ ഡിഎഫ്ഒയെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹം ഈ ഒരു കമ്മിറ്റിക്ക് മുമ്പാകെ കുറച്ച് കാര്യങ്ങൾ ഉറപ്പു തന്നിട്ടുണ്ട്. ഒന്ന്, ഈ ദൗത്യം ഒരിക്കലും അവർ അവസാനിപ്പിക്കില്ല. ഈ കടുവയെ പിടികൂടാതെ ഒരിക്കലും ഈ ദൗത്യം അവസാനിക്കില്ല, അവർ ഈ നാട് വിട്ടു പോവില്ല എന്ന് ഉറപ്പു തന്നിട്ടുണ്ട്. രണ്ടാമത് ഉറപ്പു തന്നത്, ഈ കടുവയെ ഒരിക്കലും ഇവിടുന്ന് പിടികൂടി മറ്റൊരു ഫോറസ്റ്റ് ഏരിയയിൽ കൊണ്ടുപോയി വിടില്ല. തീർച്ചയായും അവർ ഇതിനെ പിടികൂടി മറ്റൊരു മൃഗശാലയിലേക്കായിരിക്കും അതിനെ കൊണ്ടുപോവുക. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പു തന്നിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഡിഎഫ്ഒയെ സന്ദർശിച്ചപ്പോൾ. മാത്രമല്ല, ഇന്നലെ ഈ കടുവയെ കൽക്കുണ്ട് ഭാഗത്ത് കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ജനകീയ കമ്മിറ്റിയുടെ, ആക്ഷൻ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട് വൈകുന്നേരം 7 മണിക്ക്. ആ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന് അനാസ്ഥക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും സമരമാർഗങ്ങളുമായി കടുവയെ പിടികൂടുന്നതുവരെ തിരച്ചിൽ ദൌത്യം തുടരുമെന്നും കടുവ പിടിയിലായാൽ കടുവയെ കാഴ്ച ബംഗ്ലാവിലെത്തിക്കുമെന്നും ഡിഎഫ്ഒ പറഞ്ഞതായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ ഇപ്പോ കടുവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉത്കണ്ഠ, അവരുടെ ഭയം, നമ്മൾ അതിനുള്ള ഒരു പരിഹാരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജനകീയ കമ്മിറ്റി മിഞ്ഞാന്ന് ഡിഎഫ്ഒനെ കാണുകയും ഡിഎഫ്ഒ വാക്ക് തന്നിട്ടുണ്ട്. അതിനെ പിടികൂടുകയും അതിനെ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്യുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ ജനകീയ കമ്മിറ്റി പാന്ത്ര, അടക്കാക്കുണ്ട്, CH പടി എല്ലാ ക്ലബ്ബുകളും എല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ഇവിടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ കമ്മിറ്റിയുടെ ഒരു രക്ഷാധികാരി ഞാനാണ്. അപ്പോൾ ഇത് പ്രത്യേകം പറയാനുള്ള വെച്ചാൽ ജനങ്ങളുടെ പേടി സ്വപ്നമാണ് ഇപ്പോൾ കടുവ. അതിനൊരു പരിഹാരം നിലക്കാണ് ഡിഎഫ്ഒന്റെ ഉറപ്പിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതിന്റെ സമരവുമായിട്ട് അതിന്റെ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ട് അതിനു വേണ്ടിയിട്ട് എന്നാണോ ഈ കടുവയെ പിടികൂടുന്നത് അതേവരെ ഞങ്ങളുടെ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയിട്ട് പ്രത്യേകമായിട്ട് അതിനൊരു കമ്മിറ്റി രൂപീകരണം നടത്തിയിട്ടുണ്ട്. അതിന്റെ പിന്നിലുണ്ടാവുക പിടികൂടുന്നത് വരെ ഞങ്ങൾ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നതല്ല. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ വാടയിൽ സക്കീർ, കൺവീനർ CM ഫൈസൽ, ട്രഷറർ ഹനീഫ ഫൈസി, കിഫ പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ, രക്ഷാധികാരി അഷ്റഫ് ദോസ്ത്, വാർഡ് മെമ്പർമാരായ കാരിയിൽ റഷീദ്, സിദ്ദിഖ് മാനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ജനകീയ സമിതി പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.
സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.